കൊല്ലം ജില്ലയിലാണ് ഞാനും നിങ്ങളും താമസിക്കുന്നത്. അയച്ചിൽ കട്ടവിള എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ ജില്ലയുടെ ഉൾപ്രദേശത്തല്ല, തൊട്ട് ഹൃദയഭാഗത്താണ്. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടോ, 17 വയസ്സ് മാത്രം പ്രായമുള്ള, ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് ഇൽമിനെ കൊതിച്ചുകൊണ്ട് തലയിൽ കെട്ടിയ ഒരു പൊന്നോമന മുഖനുണ്ട്. സഅദ് എന്നാണ് അവന്റെ പേര്. 17 വയസ്സ് മാത്രമേ ഉള്ളൂ. 4-5 മാസങ്ങൾക്ക് മുമ്പ് അവന് വൈറസ് ബാധയേറ്റ കാര്യം ഞാൻ നിങ്ങളും അറിഞ്ഞിട്ടില്ലേ? ആ വൈറസ് ബാധയേറ്റ് കിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മാതാപിതാക്കളെ വിളിച്ചിട്ട് ഡോക്ടർമാര് പറഞ്ഞില്ലേ, ഈ മകന്റെ കാലുകളും കൈകളും അറുത്തു മാറ്റണം. ഒരു മാതാവും പിതാവും എങ്ങനെയാണ് ആ രംഗം കേട്ടതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാതാപിതാക്കൾ അനുമതി കൊടുത്തു. എന്റെ മകന് 2 കാലുകളില്ലെങ്കിലും കൈകളില്ലെങ്കിലും മകന്റെ മുഖമൊന്ന് കാണാൻ ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആയിക്കോ ഡോക്ടറെ എന്ന് അനുമതി പത്രം എഴുതി കൊടുത്തതിന്റെ പേരിൽ 2 കാലുകളും കൈകളും മുറിക്കപ്പെട്ടതായ സ്ഥിതിയിൽ പോരാ, മൂക്കും ഛേദിക്കപ്പെട്ടതായ സ്ഥിതിയിൽ കട്ടവള പള്ളിയുടെ അപ്പുറത്ത് പൊന്നോമന മകൻ സഅദ് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ SSFന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു സഹായം എത്തിക്കുന്നതിന് ആ വീട്ടിൽ പോയി പിതാവിന്റെ അനുമതി വാങ്ങി റൂമിലേക്ക് പ്രവേശിച്ചപ്പോ കയറണ്ടാതെ തോന്നിപ്പോയി. കാരണം കാല് മുറിച്ചൂന്നും കൈ മുറിച്ചൂന്നും നിങ്ങൾക്ക് കേൾക്കുമ്പോ മുട്ടിൽ വെച്ചാണ് മുറിച്ചതെന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയി. തുടയലിൽ നിന്ന് കാല് മുറിച്ചു കളഞ്ഞു 2 കാലും, കൈത്തോളിൽ നിന്ന് 2 കൈകളും മുറിക്കപ്പെട്ട സ്ഥിതിയിൽ, മൂക്ക് ഛേദിക്കപ്പെട്ടതായ സ്ഥിതിയിൽ സഅദിന്റെ മുത്തല്ലിബ് കിടക്കുന്ന രംഗം കൽബിൽ നിന്നും വായുന്നില്ല സുഹൃത്തുക്കളെ. പക്ഷേ ആ സഅദിന്റെ മുഖത്ത് നിന്നു അടിച്ചു വീശുന്ന ഈമാൻ പ്രകാശം പരത്തുന്ന പൊന്നോമന മകന്റെ മുഖം. ഞാനും നിങ്ങളും മുത്തല്ലിമീങ്ങളല്ലേ, നമുക്ക് പെട്ടെന്ന് തിരിയും. സാധാരണക്കാരായിരിക്കുന്ന മുത്തല്ലിമീങ്ങളിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്ക്. എത്ര ഭംഗിയോടെ നല്ല വേഷമണിഞ്ഞിരിക്കുന്ന മുത്തല്ലിമീങ്ങളാണ്. പക്ഷേ സഅദിന്റെ മുഖം കാണുമ്പോ ഇൽമിനെ സ്നേഹിച്ചതിന്റെ, ഇൽമിനോട് അടങ്ങാത്ത മഹബത്ത് വെച്ചതിന്റെ ഈമാനിക മുഖം അവന്റെ മുഖത്ത് പ്രകാശം അടിച്ചു വീശുകയാണ്. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന സഅദിനോട് ഒരു സലാം പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ സഅദിന്റെ നാവ് ചലിക്കുന്നുണ്ട്. മദീന മുനവ്വറയിലേക്കാണ് സഅദ് ചലിക്കുന്നത്. അവന്റെ നാവിലൂടെ സ്വലാത്തിന്റെ മാധുര്യം നുണയുകയാണ്. കിംസ് ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാരോട് അവൻ പറയുന്ന വസിയത്ത്, ഉപ്പയോട് ചെയ്യുന്ന വസിയത്ത്, എന്റെ ശരീരത്തിൽ സ്ത്രീകളെ കൊണ്ട് തൊടിയിക്കല്ലേ ഉപ്പ. ഡോക്ടർമാരോട് ആവശ്യപ്പെടുന്നു സ്ത്രീകളെ കൊണ്ട് തൊടിയിക്കല്ലേ എന്ന്. എന്താണ് കാരണം? എന്റെ ഹബീബിന്റെ മുഖം കാണാൻ അതിന് തടസ്സമായി പോകുമെന്ന് പേടിക്കുന്ന 2 കൈകളും കാലുകളും മൂക്കും ഛേദിക്കപ്പെട്ട സഅദ് പിഞ്ചു മകനെ പോലെ, പ്രസവിച്ചിട്ടേക്കുന്ന മകനെ പോലെ, എന്നോളം നീളമുണ്ടായിരുന്ന ആ മകൻ കട്ടിലിൽ കിടക്കുന്നത് കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ബാപ്പയോട് മകനൊരു അപേക്ഷയുണ്ടത്രേ. എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ ഈ 2 കൈകളും എവിടെയാണ്? തോളല് മുതൽ മുറിക്കപ്പെട്ടിരിക്കുന്ന ആ മകൻ പറയുകയാണ്, എന്റെ ഈ 2 കൈകളും ഒന്ന് കരിഞ്ഞു കിട്ടിയാൽ ഈ കൈകൾ വെച്ച് എനിക്ക് തലയിൽ കെട്ടണമെന്ന് ഒരു കൊതിയുണ്ട് ഉപ്പായെന്ന് ബാപ്പയോട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന സഅദിനെ ഞാനും നിങ്ങളും ഓർക്കണം. എന്തിനാണ്? അല്ലാഹുവാകുന്ന കാരുണ്യവാനായ ദയാലുവായ കാരുണ്യത്തിന്റെ കേദാരമായ അർഹമുർ റഹീമിനായ അല്ലാഹു നമുക്ക് തന്ന കാരുണ്യം മനസ്സിലാക്കാൻ, നമുക്ക് നൽകിയ ആരോഗ്യത്തിന്റെ വില മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സഅദിനെ ഒന്ന് പോയി കണ്ടു നോക്കണം. ആ രംഗം കാണുന്ന ഒരാൾക്കും
അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല, ശുക്ർ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ നിങ്ങൾ എങ്ങനെ യാത്ര പറയണമെന്നറിയാതെ തിരിച്ചു പോരുമ്പോ സഅദിന്റെ ഉമ്മ ഒരു വസിയത്ത് ചെയ്തു. ഞാൻ ആലോചിച്ചു പോയി, ഇങ്ങനെ ഒരു മകനെ ഒന്നായി കഴിയുന്ന ഉമ്മയുടെ ഹൃദയത്തിന്റെ നൊമ്പരം. സുബ്ഹാനല്ലാഹ്, ഉമ്മ വസിയത്ത് ചെയ്യുന്നത്, ഉസ്താദേ, കർട്ടന് പിന്നിൽ നിന്നാണ് ഉമ്മ സംസാരിക്കുന്നത്. ഉസ്താദേ, എന്റെ മകനു രാത്രിയിൽ ഉറക്കമില്ല, മകനൊന്ന് ഉറങ്ങിക്കിട്ടുന്നതിന് നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയുമ്പോ നെഞ്ചു പിടഞ്ഞു പോയി. സോദരാ, ഉമ്മമാരുടെ സ്നേഹം ഞാനും നിങ്ങളും ഇപ്പോൾ മനസ്സിലാക്കൂല. നമ്മുടെ ഉമ്മയും ഉപ്പയും പൊന്നുപോലെ സ്നേഹിച്ച് നമ്മുടെ ബന്ധുമിത്രാദികളെ സ്വലാഹിയത്തിന്റെ അധികാരാക്കി സ്വർഗത്തിലൊരു കൂട്ടു സമ്മേളനം കൂടാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ആരോഗ്യം, അത് ദീനിയായ റൂട്ടിൽ ചെലവഴിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം.